പണ്ട് മുതലേ കേൾക്കുമല്ലോ ലാലേട്ടനെ പറ്റിയിട്ട്, ലാലേട്ടൻ അങ്ങനെയാണ്, ലാലേട്ടൻ ഭയങ്കര സാധാരണ. പക്ഷെ അതൊന്നും തള്ളല്ല എന്ന് നമുക്ക് നേരിട്ടുള്ള ഇന്ററാക്ഷനിലാണ് മനസ്സിലാവുന്നത്. പ്രകാശ് വർമ്മയുടെ അഭിനയം നേരിട്ട് കണ്ട ഒരാളും കൂടെയാണ്, കാരണം അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ കൂടിയാണ്. സാറിന് ആക്ച്വലി എന്റെ കൂടെയുള്ള സീനിൽ സാറിന് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. കാരണം എന്നെ ടോർച്ചർ ചെയ്യുന്നൊരു അദ്ദേഹത്തിനൊരു ബുദ്ധിമുട്ടായിരുന്നു. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമോ കണ്ടപ്പോൾ സാറ് പറയും എനിക്കും പ്രായമുള്ള മക്കളെ കണ്ടപ്പോൾ സാറിനൊരു ടെൻഷനായിരുന്നു. ജോർജ് സാറ് മൂലമാവാം അമ്മ മരിച്ചതെന്നും ഒരു ഡേറ്റിൽ നമുക്കുണ്ട്. അതെ അതെ അല്ല, തരഞ്ചേട്ടൻ അമ്മയെന്ന് വിളിക്കണം എന്നോട് പറഞ്ഞു. അപ്പൊ അതിലൂടെ അവർക്കത് കൺവേ ആവണം, ശോഭന മാമിന്റെ ക്യാരക്ടറിന് കൺവേ ആവണം എന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. ദുരഭിമാനക്കൊലയാണല്ലോ. അതെ അതെ അതെ. എനിക്ക് തന്നിരുന്ന റെഫറൻസ് അവർ എഴുതിയപ്പോഴും സുനിൽ ചേട്ടനോ തരഞ്ചേട്ടനൊക്കെ എഴുതിയപ്പോഴും അവർ മനസ്സിൽ കണ്ടിരുന്നത് കോട്ടയത്തെ കെവിനും മീനും ആ ഒരു ഇൻസിഡന്റ് ആയിരുന്നു. അപ്പൊ എനിക്ക് ഫസ്റ്റ് നറേഷൻസ് തന്നെ അത് തന്നിരുന്നു. പവിക്കെല്ലാം അറിയാം. പവി ആക്ച്വലി അതിൽ പറയുന്നുണ്ട് അമ്മയോട് ചെയ്തത് എന്താണ് എന്ന് അറിയാമെന്ന് പറയുന്നുണ്ട്. ദേഷ്യത്തിലാണ് അടിച്ചത്, പിന്നീട് അവനെ ശ്വാസം പിടിച്ച് കൊല്ലുമായിരുന്നല്ലോ. അപ്പൊ അത് തന്നെയാണ് അതിന്റെ കാരണം. എനിക്ക് ശരിക്കും മുകുന്ദനുണ്ണി വന്നതിന് ശേഷം തെറിയല്ല അല്ലെ അങ്ങനത്തെ സംഭാഷണം വരുന്ന ഒരു ക്യാരക്ടറുള്ള സിനിമകൾ 2-3 വന്നിട്ടുണ്ട്. കാരണം അപ്പൊ ആൾക്കാർക്ക് തോന്നുമല്ലോ ഇവൾക്ക് ഇത് പറയാൻ കുഴപ്പം, ഇവൾക്ക് തെറി പറയാൻ കുഴപ്പമൊന്നുമില്ല, ഇവളെന്തും പറഞ്ഞോളൂ എന്നൊക്കെ തോന്നിയിട്ട് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ആഴങ്ങളിൽ. തിയേറ്ററുകളിൽ നിറഞ്ഞോടുന്ന തുടരും സിനിമയിലെ അതിനിർണായകമായ കഥാപാത്രം മേരി എന്ന കഥാപാത്രത്തെ അനശ്വരമാക്കിയ ആശ ബൈജു. വെൽക്കം ആശ. ഹലോ. ആശ, തുടരും സിനിമയില് അതിന്റെ ഒരു കഥാഗതിയില് അപാരമായിട്ടുള്ളൊരു ട്വിസ്റ്റ് ആയിരുന്നു ഈ മേരി എന്നുള്ളൊരു കഥാപാത്രം. എനിക്ക് ആർഷയുടെ പെർഫോമൻസ് കാണുമ്പോൾ എപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ നോട്ടത്തിലൂടെയും അതുപോലെ തന്നെ ചിരിയിലൂടെയും ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്ന അത്തരം ഒരു കഴിവുള്ള ഒരു ആക്ട്രസ് ആയിട്ട് എനിക്ക് ആശയെ കുറിച്ച് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഈ മേരി എന്നുള്ളൊരു കഥാപാത്രം തന്നെ ആ സിനിമയിലുള്ള സ്ക്രീൻ സ്പേസിൽ ഒരുപാട് ഇമോഷൻസിന് സാധ്യതയുള്ളൊരു സ്പേസ് ആ കഥാപാത്രത്തിനുണ്ടായിരുന്നു. എന്താണ് ഇപ്പൊ ഈ പ്രേക്ഷകരിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക്? കാരണം അത്രത്തോളം ഒരു സ്വീകാര്യതയാണല്ലോ ഈ തുടരും സിനിമയ്ക്ക് കിട്ടുന്നത്. ഗംഭീര ഫീഡ്ബാക്ക് ആണ്. ഇപ്പൊ എന്റെ കഥാപാത്രം ഞാൻ ഇതിലുണ്ടെന്ന് പലർക്കും അറിയില്ലായിരുന്നു. അതായത് പ്രൊമോഷനും അങ്ങനെയൊന്നും നമ്മള് അങ്ങനെ തരഞ്ചേട്ടൻ പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനും ആരുടെ പ്രത്യേകിച്ച് എടുത്ത് പറയുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം പ്രത്യേകിച്ച് എന്നെ അറിയുന്നവർക്കാണ് എന്നെ കണ്ടപ്പോ അതും വിചാരിക്കാത്ത സമയത്താണ് അതിൽ ഞാൻ അതെ അല്ല അങ്ങനെ ഒരു ക്യാരക്ടറിനെ പറ്റി ആൾക്കാർ ആലോചിക്കില്ല സിനിമയിൽ വരുമ്പോ. അപ്പോ അവിടെ ഞാൻ വന്നപ്പോ ഭയങ്കര അത്ഭുതവും പിന്നെ പെർഫോമൻസിനും നല്ല അപ്രീസിയേഷൻ കിട്ടുന്നുണ്ട്. അല്ലാതെ പൊതുവെ എല്ലാവരും ഒരുപാട് മെസ്സേജ് അയക്കുന്നുണ്ട്. എല്ലാവരും നല്ല അഭിപ്രായമാണ്. ഭയങ്കര സന്തോഷം. ഇപ്പൊ ആ സിനിമയില് ജനാല വഴി മേരി എന്ന കഥാപാത്രം, അതായത് ആർഷ നോക്കുന്ന ഒരു നോട്ടമുണ്ട്. ആ സിനിമയിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു സീനാണ് ആ സീൻ. അതിനകത്ത് ആർഷ ഇങ്ങനെ ദൈന്യതയുടെയും വേദനയോടെയും ഒക്കെ നോക്കുന്ന ഒരു നോട്ടമുണ്ട്. ഇപ്പൊ ആ സിനിമയില്, തുടരും സിനിമയില് നമ്മളൊക്കെ കാണാൻ ആഗ്രഹിച്ച ഒരു ലാലേട്ടനുണ്ട്. നമ്മളെ നെഞ്ചിനുള്ളിൽ ലാലേട്ടൻ എന്നൊക്കെ പറയുമല്ലോ. അതായത് വൈവിധ്യമാർന്ന ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന ലാലേട്ടൻ, അതുപോലെ തന്നെ നമ്മളുടെയൊക്കെ അടുക്കളയിൽ ജോലി ചെയ്യുന്ന ലാലേട്ടൻ, ഭാര്യയും മക്കളെയും ട്രോളുന്ന ലാലേട്ടൻ, അവർക്ക് വേണ്ടി വേദന സഹിക്കുന്ന ലാലേട്ടൻ, അതുപോലെ നമ്മുടെയൊക്കെ ലാലേട്ടനെയാണ് നമ്മൾ തുടരും സിനിമയിൽ കണ്ടത്. ആ ജനാല വഴി ആർഷ നോക്കുന്ന ഒരു ലാലേട്ടനുണ്ടല്ലോ. എന്തായിരുന്നു ലാലേട്ടന്റെ കൂടെ അഭിനയിച്ചപ്പോ ആർഷയുടെ ഒരു അനുഭൂതി? ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു നമുക്ക് അത്ര അതായത് ലാലേട്ടൻ്റെ കൂടെ ആ സീനിന് മുമ്പ് ഒരുപാട് എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. പൊതുവെ അങ്ങനെ എക്സൈറ്റ്മെന്റ് വരുന്ന ഒരാളല്ല. പക്ഷെ ലാലേട്ടന്റെ സെറ്റിൽ വന്നപ്പോഴേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ലാലേട്ടനായിട്ട് സംസാരിക്കാനൊക്കെ പറ്റി. അതൊക്കെ വളരെ എക്സൈറ്റ്മെന്റ് ആണ് നമുക്ക്. അല്ല, ഇപ്പൊ നമ്മൾ ലാലേട്ടന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോ നമുക്ക് തന്നെ നമ്മള് ഇത്രയും കാലം നമ്മൾ പഠിച്ചു വെച്ച കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ അൺലേൺ ചെയ്യുന്ന ഒരു പ്രോസസ്സും കൂടെ ആയിരിക്കുമല്ലേ? അത്തരം കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒരു അൺലേൺ ചെയ്ത കുറെ കാര്യങ്ങള്. ലാലേട്ടൻ വരുന്നു, ലാലേട്ടൻ വളരെ ഈസി ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മള് ലാലേട്ടൻ നോർമലി ഞാനൊക്കെ ടിവിയിലാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ ഒരു നോർമലി ആൾക്കാരോട് സംസാരിക്കുന്നു, നമ്മളായിട്ട് ഇടപെടുന്നു, വളരെ പെട്ടെന്ന് തന്നെ
ക്യാരക്ടറായി മാറുന്നു, ചെയ്യുന്നു. അങ്ങനെയാണ് ഭയങ്കര ഒരു എപ്പോഴും ലാലേട്ടൻ എന്ന് പറയുന്നത് എഫേർട്ട്ലെസ് ആണല്ലോ പുള്ളി, അങ്ങനെ അല്ലേ? അപ്പൊ ലാലേട്ടൻ തന്നെ പറയും ഞാൻ വളരെ ഈ സ്റ്റാർട്ട് ആക്ഷൻ കട്ടിന്റെ ഇടയിലുള്ള ഒരു ജീവിതം ഉണ്ട്. അങ്ങനെ തന്നെയാണ്, ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ട് ചെയ്യുന്നു. സെറ്റൊക്കെ വളരെ നല്ല നല്ല ബിഹേവിയർ ആണ്. എനിക്കിപ്പോ നമ്മളിപ്പോഴും പണ്ട് മുതലേ കേൾക്കുമല്ലോ ലാലേട്ടനെ പറ്റിയിട്ട്, ലാലേട്ടൻ അങ്ങനെയാണ്, ലാലേട്ടൻ ഭയങ്കര സാധാരണ. പക്ഷെ അതൊന്നും തള്ളല്ല എന്ന് നമുക്ക് നേരിട്ടുള്ള ഒരു ഇന്ററാക്ഷനിലാണ് മനസ്സിലാവുന്നത്. അദ്ദേഹം എല്ലാവരും പറയുന്നത് പോലെ തന്നെ വളരെ ജോളി ആയിട്ടുള്ള, വളരെ സാധാരണ, എല്ലാവരോടും സംസാരിച്ച് അങ്ങനത്തെ ഒരാൾ തന്നെയാണ്. ഒരു ജാടയോ അങ്ങനെയൊന്നുമില്ല. ഈ സിനിമ തിയേറ്ററിൽ കണ്ടപ്പോ ലാലേട്ടന്റെ പെർഫോമൻസ് കണ്ടപ്പോ എന്താ തോന്നിയത്? എനിക്ക് ലാലേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സന്തോഷമാണ് തോന്നിയത്. പോലീസ് സ്റ്റേഷൻ സീൻ, എല്ലാ സീൻസും ലാലേട്ടന്റെ ഇതിലെ ഓരോ സീൻസും എടുത്തു പറയേണ്ടതാണ്. അത്ര നല്ല പെർഫോമൻസ് ആണ്. അപ്പം ഭയങ്കര സന്തോഷമാണ് അത് കാണുമ്പോൾ. ഭയങ്കര ആവേശമായിരുന്നു തിയേറ്ററില്. ഇപ്പോഴും തിയേറ്റർ വിസിറ്റ്സിനൊക്കെ ആയിട്ട് പോവുകയും കാണുകയൊക്കെ ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യം വീണ്ടും വീണ്ടും കാണുമ്പോൾ ഭയങ്കര ആവേശമാണ്. അതാണ് ഓരോ കാര്യങ്ങളാണ് നമ്മൾ ഓരോ പ്രാവശ്യം കാണുമ്പോൾ നോട്ട് ചെയ്യുന്നത്. വീണ്ടും വീണ്ടും കാണുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങളാണ് നോട്ട് ചെയ്യുന്നത്. അതായത് ഓരോ കാഴ്ചയിലും, ഒരു മൾട്ടിപ്പിൾ കാഴ്ചയിലും പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ? അതെ അതെ, തിയേറ്റർ വിസിറ്റ്സ് കുറെ പ്രാവശ്യം കണ്ടു. ഇപ്പൊ ഓരോ പ്രാവശ്യം കണ്ടു ഇങ്ങനെയുണ്ട്, അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പോ ഈ സിനിമയില് മേരി എന്നൊരു കഥാപാത്രം വളരെ പേടിച്ച് കരയുന്ന ഒരു രംഗമുണ്ട് ബാത്റൂമിനുള്ളില്. ആ ഒരു സീനില് പ്രകാശ് വർമ്മ ബാത്റൂമിന്റെ വാതില് തല്ലി പൊട്ടിച്ച് കടന്നു വരാൻ ശ്രമിക്കുന്ന ആ ഒരു സമയത്ത് ഒരു അച്ഛനെയല്ല നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. മകൾക്കൊരു വളരെയധികം ഭീതിതമായിട്ടുള്ള ഒരു കഥാപാത്രത്തെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. വളരെ വൈൽഡായിട്ട് ചിരിച്ചുകൊണ്ട് മകളെ ഉപദ്രവിക്കാൻ വരുന്ന ഒരു അച്ഛനെയാണ് പ്രകാശ് വർമ്മ ജോർജ് സാറിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ എല്ലാത്തിലും നമ്മൾ പറയുന്നുണ്ട് ഷമ്മി ഒന്നും അല്ല ജോർജ് സാറിന്റെ മുന്നിലെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ പ്രകാശ് വർമ്മയുടെ അഭിനയം നേരിട്ട് കണ്ട ഒരാളും കൂടെയാണ്. അപ്പൊ നമ്മളൊക്കെ ഓൺ സ്ക്രീനിലാണല്ലോ കാണുന്നത്. അപ്പൊ ഈ ഓഫ് സ്ക്രീനിൽ നേരിട്ട് കാണുമ്പോൾ എന്തായിരുന്നു? കാരണം അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ കൂടിയാണ്. എന്തായിരുന്നു തോന്നിയത്? സാറും അടിപൊളിയായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. സാറിന് ആക്ച്വലി എന്റെ കൂടെയുള്ള സീനിൽ സാറിന് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. കാരണം എന്നെ ടോർച്ചർ ചെയ്യുന്നൊരു, അദ്ദേഹത്തിനൊരു ബുദ്ധിമുട്ടായിരുന്നു. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമോ, അദ്ദേഹത്തിന് ഒരു എന്നുവെച്ചാൽ അദ്ദേഹത്തിന് മക്കളൊക്കെ ഉണ്ട്. സാറ് പറയും എനിക്കും പ്രായമുള്ള മക്കളൊക്കെ ഉണ്ട്. അപ്പൊ സാറിനൊരു ടെൻഷൻ ആയിരുന്നു എനിക്ക് എന്തെങ്കിലും ഞാൻ ഓക്കെ ആയിരിക്കും. അപ്പൊ സാർ എപ്പോഴും അത് ചെയ്തോണ്ടേയിരുന്നു, ഞാൻ ഓക്കെ ആണോ എന്ന് സാർ എപ്പോഴും നോക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെയായിരുന്നു ആ സീൻ ഷൂട്ട് ചെയ്തത്. ഇപ്പൊ ആർഷ പറഞ്ഞല്ലോ ജോർജ് സാർ ഒരു തരത്തിലൊരു സൈക്കോ ആണെന്നുള്ളത്. ഇപ്പൊ ജോർജ് സാർ എന്തുകൊണ്ട് പവിയെ കൊന്നു എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അപ്പൊ പവി അതിനകത്ത് പറയുന്നുണ്ട്, നിങ്ങൾ എന്താണ് അവളോട് ചെയ്തതെന്നുള്ളത് എനിക്കറിയാം. ശരിക്കും ജോർജ് സാറ് പവിയെ കൊന്നത്, ഇപ്പോ മേരിയുടെ അമ്മയെ കൊന്നത് ജോർജ് സാറാണ് എന്ന് മേരി പവിയോട് പറഞ്ഞിട്ടുണ്ടായിരിക്കുമോ? അതോ ഈ ജാതി ആ ഒരു പ്രശ്നം തന്നെയാണോ ജോർജ് സാറ് പവിയെ കൊല്ലാനുള്ള കാരണം? മാത്രമല്ല ഇപ്പോ മകളെ ഉപദ്രവിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ മകൾ പിടിക്കപ്പെട്ടു എന്നുള്ള ലാലേട്ടന്റെ കോള് വരുമ്പോ ഇയാള് മകൾക്ക് വേണ്ടി തിരിച്ചു മടങ്ങുന്നുണ്ട്. മകളോടൊരു സ്നേഹവും ഉണ്ട്, എന്നാൽ മകൾ ഉപദ്രവിക്കുന്നുമുണ്ട്. ശരിക്കും ആ ജോർജ് സാറിന്റെ ക്യാരക്ടറിൽ മകളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നതിനെ കുറിച്ച് എന്താണ് തോന്നിയിട്ടുള്ളത്? അല്ല, ഈ നാർസിസിസ്റ്റുകൾക്കൊക്കെ അവരുടെ കാര്യങ്ങൾ, അവരുടെ ആൾക്കാർ അവര് പറയുന്ന പോലെ നിക്കണം. അവർക്ക് സ്നേഹമില്ല എന്നൊന്നുമല്ലല്ലോ. അവർക്ക് അവര് പറയുന്ന കാര്യങ്ങൾ അവരുടെ രീതിയിൽ നടക്കാവോ, അവര് പറയുന്നത് ചെയ്യാവോ എന്നുള്ളതാണല്ലോ അവരുടെ ആറ്റിറ്റ്യൂഡ്. അപ്പൊ അയാളുടെ മോളാണ്, അയാളുടെ മോള് അയാൾ പറയുന്ന പോലെ അയാൾ പറയുന്നിടത്ത് നിക്കണം എന്നുള്ളതാണ്. അപ്പൊ അതില് സ്നേഹമൊക്കെ അവർക്കുണ്ടാവും. അതൊക്കെ അയാളുടെ മോളാണല്ലോ. പിന്നെ അയാളുടെ മോളെ കൊല്ലുന്നത് അയാളുടെ മോളെ അഭയപ്പെടുത്തുന്ന അയാൾക്കും ഒരു തോൽവിയാണല്ലോ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള്. അതൊക്കെയാണ്. പിന്നെ ഈ പവിയെ കൊല്ലാനുള്ള കാരണം അത് ശരിക്കും ഈ അമ്മയെ കൊന്നത്, മേരിയുടെ അമ്മയെ കൊന്നത് ജോർജ് സാർ ആണ് എന്ന് മേരി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് മേരി പവിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കോ? അതോ ആ ഒരു ജാതിയിന്മേലുള്ള ഒരു ഓണർ കില്ലിംഗ് തന്നെയാണോ? അതെ, പവിക്കെല്ലാം അറിയാം. പവി ആക്ച്വലി അതില് പറയുന്നുണ്ട്, അമ്മയോട് ചെയ്തത് എന്താണെന്ന് അറിയാമെന്ന് പറയുന്നുണ്ട്. അപ്പോ പവിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ദേശത്തിലാണ് അടിച്ചത്, പിന്നീട് അവനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുമായിരുന്നല്ലോ. അപ്പൊ അത്
അത് തന്നെയാണ് അതിന്റെ കാരണം. ഇപ്പോ ജോർജ് സാറിന്റെയും അതുപോലെ തന്നെ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സിലെ മീനാക്ഷിയും വെച്ച് ഇപ്പൊ റീൽസ് വരുന്നുണ്ട്. മീനാക്ഷിയുടെ ഒരു പഞ്ച് മാസ് ഡയലോഗ് ആണല്ലോ. മാത്രമല്ല മീനാക്ഷി അതിനകത്ത് ഒരു തരത്തിൽ വളരെ ഈവിലായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. കാരണം ഇത്രയും കുട്ടികളൊക്കെ മരിക്കുമ്പോൾ അതിലെ ലക്ഷത്തിന്റെ കണക്കെണ്ണുന്ന ഒരു ക്യാരക്ടറാണ് മീനാക്ഷി. ജോർജ് സാറ് അതുപോലത്തെ വേറൊരു സൈക്കോ ക്യാരക്ടർ. അപ്പോ ജോർജ് സാറിന്റെ മകളാണ് ശരിക്കും മീനാക്ഷി എന്ന രീതിയിലുള്ള റീൽസ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു? ഞാൻ കണ്ടിരുന്നു. അതെങ്ങനെയാ അത് കറക്റ്റ് ആയിട്ട് വന്നു? അതാണ് ഞാൻ ആലോചിച്ചത്. കറക്റ്റ് ആയിട്ട് അങ്ങനെ തന്നെ വന്നു. ഇരട്ട പെട്ടതാണോ മീനാക്ഷിയും മേരിയും? അതെ, മീനാക്ഷി അങ്ങോട്ട് പോയി. ചിലപ്പോ മീനാക്ഷിയുടെ അച്ഛൻ ജോർജ് സാർ ആയിരിക്കും. അത് കാണിക്കുന്നില്ലല്ലോ. അത് കാണിക്കുന്നില്ല. പ്രീക്വൽ വേണോ? അതെ അതെ. അല്ല, തുടരത്തിനൊരു 2ാം ഭാഗം ഉണ്ടായിരിക്കോ? എനിക്കറിയില്ല, അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല. ചിലപ്പോ ഇത്രയും വലിയ വിജയമായില്ലേ, ഉണ്ടാവുമായിരിക്കും, അറിയില്ല. ഏതായാലും ആശ പറഞ്ഞാലും അതിനൊരു പ്രീക്വൽ എന്തായാലും നല്ലതായിരിക്കും. ജോർജ് സാറിന്റെ മകള് തന്നെയായിരിക്കും ചിലപ്പോ മീനാക്ഷി. അതെ, അഭിനവനോട് നമുക്കൊന്ന് പറയാം. അഭിനവ് സുന്ദർ. അതെ അതെ, പറയാതെ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ആലോചിക്കാൻ. നമ്മളിപ്പോ കഴിക്കുന്നത് ഹോയ് പഞ്ചാബിയിലെ ഫുഡാണ്. എങ്ങനെയുണ്ട്? ചിക്കൻ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര പറയില്ലേ, ടെൻഡർ ആയിട്ടുള്ള വെരി ഗുഡ്, നന്നായിട്ടുണ്ട്. അല്ലെ, സാധാരണഗതിയിൽ ഇപ്പം തരുണിന്റെ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ തന്നെ ഇപ്പൊ മൈൽസ്റ്റോൺ മേക്കേഴ്സിന് ഇപ്പം റീസെന്റ് ആയിട്ട് തരുൺ ഇന്റർവ്യൂ തന്നായിരുന്നു. അതിൽ നമുക്ക് തരുണിന്റെ ഒരു നറേറ്റീവ് സ്റ്റൈലുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവും ആ ക്യാരക്ടറിനെ കുറിച്ച് അറിയുമ്പോൾ തന്നെ. ഇപ്പൊ ഒരു മേരി എന്നൊരു കഥാപാത്രത്തെ കുറിച്ച് തരുൺ തന്നൊരു ബ്രീഫ് എന്തായിരുന്നു? ദുരഭിമാനക്കൊലയാണല്ലോ. അതെ അതെ, അതാണ് നമ്മുടെ മെയിൻ എന്റെ ക്യാരക്ടറിന്റെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിന് എനിക്ക് തന്നിരുന്ന റെഫറൻസ് അവർ എഴുതിയപ്പോഴും, സുനിൽ ചേട്ടനും തരുൺ ചേട്ടനൊക്കെ എഴുതിയപ്പോഴും അവർ മനസ്സിൽ കണ്ടിരുന്നത് കോട്ടയത്തെ കെവിനും നീനും ആ ഒരു ഇൻസിഡന്റ് ആയിരുന്നു. അപ്പൊ എനിക്ക് ഫസ്റ്റ് നറേഷനിൽ തന്നെ അത് തന്നിരുന്നു. എനിക്ക് ഷൂട്ടിന് മുമ്പ് അതിന്റെ യൂട്യൂബ് വീഡിയോസും ഡോക്യുമെന്ററീസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ കണ്ടിരുന്നു. എനിക്കതൊക്കെ തന്നിരുന്നു, അയച്ചു തന്നിരുന്നു. അപ്പൊ അതിലൂടെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വായിച്ചു നോക്കുകയും കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതായിരുന്നു മേജർ പ്രിപ്പറേഷൻ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോ കെവിനും നീനും ആണ് ഇതിന്റെ ഏറ്റവും റെഫറൻസ് എന്ന് പറയുന്ന ആളാണ്. അല്ല, ഇപ്പൊ അതിനകത്ത് മറ്റേ കാമുകൻ മരിച്ചു കിടക്കുന്ന ആ മരണക്കിടക്കയില് മേരി വരുന്ന ഒരു സീനുണ്ട്. മേരിയുടെ മുഖത്ത് കുറ്റബോധമുണ്ട്, വേദനയുണ്ട്, ഭയമുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഇമോഷനായിരുന്നു. അത് ആശ ചെയ്ത രീതി ഉണ്ടല്ലോ. ആദ്യം തലകുനിച്ച് വളരെ ഭയപ്പോടെ വരുന്നു. ആ കണ്ണുകളിൽ കുറ്റബോധമുണ്ട്. ഞാൻ കാരണമാണ് അവന്റെ ജീവൻ പോയത്. അമ്മയെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ അമ്മയെ അവസാനം കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആ ഒരു സമയത്തൊക്കെ ഈ തരുൺ എങ്ങനെയാണ്, കാരണം അതിലേക്ക് ഗ്രൂം ചെയ്ത് എങ്ങനെ, കാരണം ഞാൻ തന്നെ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിപ്പോയി. കാരണം 2, 3, 4 സിനിമകളെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അപ്പൊ തന്നെ ഈ ഒരു മെലോഡ്രാമാറ്റിക് ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ വളരെ കൺവിൻസിങ് ആയിട്ട് തന്നെ ആർഷ പെർഫോം ചെയ്തു. അപ്പൊ എങ്ങനെയാണ് ആർഷ അതിലേക്ക് ഗ്രൂം ചെയ്തത്? എങ്ങനെയാണ് തരുൺ? തരുൺ ചേട്ടന് പൊതുവെ എനിക്കൊന്ന് ആക്ടേഴ്സിന്, ഞാൻ വർക്ക് ചെയ്ത ഡയറക്ടേഴ്സ് ഒക്കെ എന്റെ ഭാഗ്യത്തിന് ആക്ടേഴ്സ് നല്ലതായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് പെർഫോം ചെയ്യിക്കുന്ന ആളാണ്. തരുൺ ചേട്ടൻ അതിൽ ഏറ്റവും നല്ല കഴിവുള്ള ആളാണ്. അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഓരോ സീൻസിന് മുമ്പ് നറേഷൻ, അതിന്റെ മൂഡ്, ഒരു എല്ലാം പ്രോപ്പർ ആയിട്ട് നമുക്ക് കൺവേ ചെയ്ത് തരും. എല്ലാം കറക്റ്റ് ആയിട്ട് എന്തൊക്കെ ഇമോഷൻസ് ആയിരിക്കും അവരുടെ ഉള്ളിലൂടെ പോകുന്നുള്ളത് നമുക്ക് പറഞ്ഞു തരും. അത് ഞാൻ പറഞ്ഞ നറേഷൻ പ്രോപ്പർ ആയിട്ട് നമുക്ക് തരുമായിരുന്നു. അത് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ ഒരു മൂഡിലേക്ക് വരാനും അത് പെർഫോം ചെയ്യാനും ഒക്കെ. എന്തൊക്കെയായിരുന്നു തരുൺ ആ സമയത്ത് പറഞ്ഞേ? അവരുടെ മനസ്സിലൂടെ പോകുന്ന, അവർക്ക് ആരും ഇല്ല ഇപ്പോ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അച്ഛനും പോയി, ആരും ഇല്ലാത്തൊരു അനാഥയായുള്ളൊരു അവസ്ഥയാണ്. ഇതെല്ലാം താൻ കാരണമാണെന്നുള്ള ചിന്ത, അങ്ങനെ അത് പറയാനാണെങ്കിൽ ഒരുപാടില്ല. പക്ഷെ അങ്ങനത്തെ ബേസിക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. എനിക്ക് ശരിക്കും ഈ കെവിന്റെ അദ്ദേഹത്തിന്റെ അവിടത്തെ വീഡിയോ ഉണ്ടല്ലോ, മരണ വീട്ടിലൊരു വീഡിയോ ഉണ്ട്. അപ്പൊ അതെനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് കണ്ടില്ലായിരുന്നു. എന്നുവെച്ചാൽ അത് എനിക്ക് ഒരുപാട് കുറച്ച് യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും ഈ ഇതിനെ പറ്റിയിട്ടൊക്കെ കുറെ വായിക്കുകയും ഒക്കെ ചെയ്തു. തരുൺ ചേട്ടൻ അയച്ചു തന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ ഇതുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത് കണ്ടില്ലായിരുന്നു. എനിക്ക് പൊതുവേ ഈ മരിക്കുന്ന സ്ഥലത്ത് വീഡിയോ എടുക്കുന്നതോ അത് കാണുന്നോന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. ഞാനിപ്പോഴും ഓർക്കാറുണ്ട്, എന്തിനാണ് ഈ
പത്രത്തിലൊക്കെ വരില്ലേ ഫ്രണ്ട് പേജിൽ ഇവർ കരയുന്നത്, അതെന്തിനാണെന്ന് അതെനിക്കൊരു വളരെ എനിക്കത് പേഴ്സണലി ഒരു താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ കണ്ടിരുന്നില്ല. ഇപ്പൊ ആ സിനിമയിൽ തന്നെ ആ രംഗത്തില് ശോഭന മാമിനെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു രംഗമുണ്ട്. അത് കണ്ടപ്പോ എന്താ പറയാ, കാരണം ആ കുട്ടിക്ക്, മേരി എന്ന കുട്ടിക്ക് അമ്മയില്ല, അച്ഛനില്ല. ഇപ്പോ ആ ഒരു ശോഭന മാമിന്റെ ആ ഒരു കഥാപാത്രത്തെ ഇനി നിങ്ങളാണ് എൻ്റെ അമ്മ, എന്നെ ചേർത്ത് പിടിക്കണമെന്ന് ആ കരച്ചിലൂടെ ആ കുട്ടി ആ റിക്വസ്റ്റ് ചെയ്യുന്നതായിട്ട്, അപേക്ഷിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെയാണോ? അല്ല, തരഞ്ജൻ അമ്മയെന്ന് വിളിക്കണം എന്നോട് പറഞ്ഞു. അപ്പൊ അതിലൂടെ അവർക്കത് കൺവേ ആവണം, ശോഭന മാമിന്റെ ക്യാരക്ടറിന് കൺവേ ആവണം എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ അങ്ങനെ ചെയ്തതാണ്. അപ്പൊ അത് അവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ, അത് കൺവേ ചെയ്യാവുന്നില്ലേ ആ സീനിലൂടെ? ശോഭന മാമിന് മനസ്സിലാവുന്നുണ്ട്. അതെ, ആദ്യം ഒന്ന് അന്തം വിടുന്നുണ്ടെങ്കിലും പിന്നെ അവർക്ക് പതിയെ മനസ്സിലാവുന്നുണ്ട് ഇതും മേരിയും എന്റെ മകളാണെന്നുള്ളത്. ഈ ശോഭന മാമിന്റെ ഒരു അപ്രോച്ചും എങ്ങനെയായിരുന്നു? വേ ഓഫ് അപ്രോച്ച് ഒക്കെ എങ്ങനെയായിരുന്നു? കാരണം ഇത്രയും ഇമോഷണൽ ആയിട്ടുള്ള ഒരു രംഗമാണല്ലോ പെർഫോം ചെയ്യുന്നത്. നമ്മള് ലാലേട്ടനെയും ശോഭന മാമിനെ പറ്റിയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. കാരണം അവരൊക്കെ അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്കൊക്കെ ഭയങ്കര ഈസി ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. മാമും അതേപോലെ തന്നെയാണ്. മാം ശരിക്കും ആ സീൻ എടുത്ത സമയത്ത് വളരെ ജോളി ആയിട്ടാണ് ഒന്ന് സെറ്റിൽ വന്നത്. എനിക്കിപ്പോ ഇവരുടെ കൂടെ ആകെ 1-2 സീൻസ് അല്ലേ ഉള്ളൂ. അപ്പൊ അന്നത്തെ ദിവസം മാം വളരെ ജോളിയായിട്ട് വരുന്നു, എല്ലാവരോടും സംസാരിക്കുന്നു, ഓരോ കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യുന്നു, മാം പോകുന്നു, ടേക്കിന് ചെയ്യുന്നു, അങ്ങനെയാണ്. ഇപ്പോ ഈ ഒരു ക്യാരക്ടറിനുണ്ടല്ലോ, കാരണം അതിനകത്തൊരു പോലീസ് സ്റ്റേഷൻ സീനിൽ ഇപ്പൊ മാത്യു തന്നെ പ്രകാശ് വർമ്മ സാർ ജോർജ് സാറിനോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ മകളോട് എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ പറയട്ടെ എന്ന് അവൻ പറയുന്നുണ്ട്. അത് കേട്ടപ്പോ, കാരണം എങ്ങനെയാണ് ഇയാളുടെ മകളെ ട്രീറ്റ് ചെയ്തത് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി നമ്മളെ പ്രേക്ഷകരുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു ക്യാരക്ടർ ഡീറ്റെയിലേക്ക് പോവുകയാണെങ്കിൽ ഇയാൾ എങ്ങനെയാണ് ഇയാളുടെ മകളെ, അതായത് ഈ ജോർജ് സാറ് മേരി എന്ന മകളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത് എന്നതിനെ കുറിച്ച് തരുൺ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു? ജോർജ് സാർ നാർസിസിസ്റ്റിക് പേഴ്സൺ ആണ്. അപ്പോ അദ്ദേഹം പറയുന്നത് പോലെ എല്ലാരും ചെയ്യാൻ പാടുള്ളൂ, അദ്ദേഹം പറയുന്ന പോലെ നിൽക്കാൻ പാടുള്ളൂ എന്നുള്ള പരിപാടിയാണ്. അതാണ് ബേസിക് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ക്യാരക്ടർ, അങ്ങനെയാണല്ലോ. അപ്പോ പിന്നെ അതിനകത്തൊരു ഡീറ്റെയിലിംഗ് ഉള്ളത് ജോർജ് സാർ മൂലമാവാം അമ്മ മരിച്ചതെന്നും ഒരു ഡീറ്റെയിലിംഗ് നമുക്കുണ്ട്. അമ്മയും കൊന്നൊരു അച്ഛനുമാണ് ജോർജ് സാർ എന്ന് പറയുന്നത്. അപ്പോ വേറെ ആരും ഇല്ലാത്തത് കൊണ്ടോ വേറെ ചോയ്സ് ഇല്ല ഈ കുട്ടിക്ക്, അതുകൊണ്ടാണ് ഇയാളുടെ കൂടെ നിൽക്കുന്നത്. അതാണ് മേജറായിട്ട് പറഞ്ഞു തന്ന ഒരു പരിപാടി. വേറെ ആരും ഇല്ലാത്തത് കൊണ്ടും വേറെ ഓപ്ഷൻ ഇല്ല. ഈ ചെറിയ പ്രായമാണല്ലോ, കോളേജിൽ പഠിക്കുന്ന ഒരാളാണ്, വേറെ ഓപ്ഷൻ ഇല്ല. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേജിലേക്കാണ് പവി ലൈഫിലേക്ക് കടന്നു വരുന്നതും. പവി ആക്ച്വലി ഒരു ഹെൽപ്പാണ് ചെയ്യുന്നത് ഇവൾക്ക്. അവരുടെ മറ്റ് കാര്യങ്ങളല്ലാതെ പവി ഇവളുടെ അവസ്ഥ മനസ്സിലാക്കിയതിന് പവിക്കെല്ലാം അറിയാം. എപ്പോഴും ഉണ്ടാവല്ലോ നമുക്ക് ചിലരുടെ ലൈഫിലേക്ക് ഒരാള് വരുമല്ലോ, അതൊരു ലവർ എന്നുള്ള രീതിയിൽ ആവണമെന്നില്ല, അതെ അങ്ങനെ ഒരാൾ വരും. അപ്പൊ അങ്ങനത്തെ ഒരാളാണ് പവി. എല്ലാവരുടെ ലൈഫിലും അങ്ങനെ ഒരാളുണ്ടാവും നമുക്ക്, അല്ലെ? എന്ത് പ്രശ്നവും പറയാൻ പറ്റുന്ന ഒരു സ്റ്റേജിൽ വരും. അതെ, ഒരു സ്റ്റേജിൽ അങ്ങനെ ഒരാൾ വരും. അപ്പോ അങ്ങനെ ഒരാളാണ് പവി സഹായിക്കാൻ ശ്രമിച്ചതാണ് ഈ പ്രശ്നത്തിലേക്കൊക്കെ വന്നത്. പവിയോട് മേരിക്ക് പ്രണയം തന്നെയായിരുന്നില്ലേ? ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രണയം തന്നെയായിരുന്നില്ലേ? വന്നിട്ടുണ്ടാവാം, ഉറപ്പായിട്ടുമാണ്. കാരണം പക്ഷെ പവിയെ പ്രണയിക്കാൻ ഭയമാണ് മേരിക്കല്ലേ? അതെ അതെ, അതാണ് വേണ്ടെന്ന് പറയുന്നത്. ഞാൻ ഇപ്പം ആർഷയുടെ ഒരു ഫീച്ചേഴ്സ് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ചുരുണ്ട മുടിയും നല്ല വിടർന്ന കണ്ണുകളുമാണ്. ഇപ്പൊ പക്ഷേ ആവറേജ് അമ്പിളിയിലാണെങ്കിലും ഈ സിനിമയിലാണെങ്കിലും ഈ കണ്ണുകളിൽ ഒരു തളർച്ചയുണ്ട്. ആ കണ്ണുകളിൽ തളർച്ച ആ കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്ന ഒരു തളർച്ചയാണ്. ഇപ്പം ആവറേജ് അമ്പിളിയില് ആത്മവിശ്വാസം ഇല്ലാത്തൊരു അമ്പിളിയാണ്. ഈ സിനിമയിലാണെങ്കിൽ അച്ഛനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു മേരിയാണ്. അപ്പോ അവിടെയൊക്കെ ഈ കണ്ണുകളിൽ ഒരു നിരാശയും തളർച്ചയും ആ ഭയമൊക്കെ കാണുന്നുണ്ട്. അപ്പോ അതെങ്ങനെയാണ് ഈ കണ്ണുകൾ കൊണ്ടുള്ള ഒരു അഭിനയം ഉണ്ടല്ലോ, അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടോ? അതോ അത് ആർഷ പോലും അറിയാതെ, ഈ ലാലേട്ടൻ പറയുന്ന പോലെ ആർഷ പോലും അറിയാതെ വരുന്നതാണ് ഈ കണ്ണുകളിലുള്ള ഈ നിരാശയും കണ്ണുകൾ കൊണ്ടുള്ള ഈ കമ്മ്യൂണിക്കേഷൻ? അല്ലാതെ പ്രത്യേകിച്ച് പ്രിപ്പറേഷൻസ് ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ, ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ചേച്ചി തന്നെ ഇങ്ങോട്ട് പറഞ്ഞു, ആവറേജ് അമ്പിളിയിലും ഇതിലും ഒരു എന്താ പറയാ, ഒരു എക്സൈറ്റ്മെന്റ് ഉള്ള അല്ലെ അങ്ങനത്തെ ഒരു കണ്ണല്ല എന്ന് ചേച്ചി പറഞ്ഞു അല്ലെ. അപ്പൊ അത് നമ്മള്
ഓരോ ക്യാരക്ടറിന്റെ മൂഡിൽ വരുമ്പോ അത് വരുന്നതാണ്. ഇപ്പൊ തുടരും സിനിമയില് ആർഷയുടെ ഒരു ഫേവറേറ്റ് തുടരും മൊമെന്റ് ഏതാണ്? മരണ വീട്ടിലെ സീൻ ഇഷ്ടമാണ്, ടോർച്ചറിങ് സീൻ ഇഷ്ടമാണ്, ഭയങ്കര കാരണം സന്തോഷിച്ചു. അത്തരത്തിലൊരു ഹെവി സീൻ ചെയ്യാൻ പറ്റിയതിന്റെ അല്ലേ ഒരു actress എന്നുള്ള നിലയ്ക്ക്? അറിയില്ല, ഭയങ്കര സന്തോഷം. അല്ല, പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു സംഭവം കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം വരും. അതെ, അതുണ്ടാവാം. യെസ് യെസ്. അല്ല, എനിക്ക് തോന്നുന്നു മുകുന്ദനുണ്ണി അസോസിയേറ്റ്സിലും ആ ഒരു വിവാദമായ ഡയലോഗ് പറഞ്ഞത് അത്രത്തോളം കോൺഫിഡൻസിലൂടെയും ഹാപ്പിയും ആയിരുന്നു. കാരണം അത്തരത്തിലൊരു സ്റ്റീരിയോ ടൈപ്പ് ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു സംഭാഷണമായിരുന്നല്ലോ. കാരണം നടിമാർക്ക് അത്തരത്തിലൊരു സംഭാഷണം കിട്ടാൻ അവസരങ്ങൾ വളരെ കുറവാണ്. അതെ, അപ്പോഴാണ് ആർഷയ്ക്ക് അത്തരം അവസരങ്ങൾ കിട്ടിയത് അല്ലേ? എനിക്കിതൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉള്ള കാര്യങ്ങളാണ്. എനിക്ക് ശരിക്കും ഞാൻ വെയിറ്റ് ചെയ്തിരുന്നായിരുന്നു ആ ഒരു സീൻ ഷൂട്ട്. ഏറ്റവും ലാസ്റ്റ് ഡേ ആണ് ഷൂട്ട് ചെയ്തത്. പടം പാക്കപ്പ് ആവുന്നതായിരുന്നു. ഞാൻ അതുവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം, എന്നായിരിക്കും ഈ സീൻ ഷൂട്ട് ചെയ്യുക. നമുക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച പോലത്തെ കാര്യങ്ങൾ കിട്ടുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ് എപ്പോഴും. അപ്പോ അത് മാത്രമേ ഉള്ളൂ. അത് വന്നാൽ പിന്നെ അത് മാത്രമേ ഉള്ളൂ. പിന്നെ അതിനകത്ത് എന്തെങ്കിലും പ്രശ്നം വരും അങ്ങനത്തെ ചിന്തകളൊന്നും മനസ്സിലുള്ള പോവില്ല. അത് ചെയ്യുന്നു, സന്തോഷമായിട്ട് ചെയ്യുന്നു. ആ ഒരു ഇതാണ് എപ്പോഴും എനിക്ക്. പിന്നെ മുകുന്ദനുണ്ണി പറയുമ്പോ ഇപ്പൊ എന്നെ ആവറേജ് അമ്പിളി കണ്ടിട്ടാണ് അതിൽ വിളിച്ചത്. അപ്പൊ അത് ആ ഡയറക്ടറിന്റെ കൺവിക്ഷൻ, ഞാൻ പറഞ്ഞ പോലെ പുള്ളിയുടെ കോൺഫിഡൻസ് ആണ്. ഫസ്റ്റ് ടൈം ഞാൻ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു ഇത് പ്രശ്നമാവുകയും ചെയ്താൽ പുള്ളി വളരെ പുള്ളിയുടെ പ്രശ്നമൊന്നും ആവില്ല, ഇതൊന്നും പ്രശ്നമാവില്ല അങ്ങനെ പറഞ്ഞു. അപ്പൊ പിന്നെ ഓക്കെ, പ്രശ്നമാവില്ലെങ്കിൽ പ്രശ്നമില്ല, അത്രേ ഉള്ളൂ. അതിന്റെ വിമർശനങ്ങൾ, അതിനെ വിമർശിച്ചുകൊണ്ട് കുറെ പേര് കുറെ കമന്റ് ഒക്കെ പറഞ്ഞല്ലോ. ഇപ്പൊ ഇടവേള ബാബു ഒക്കെ കുറെ കമന്റ് ഒക്കെ പറഞ്ഞല്ലോ. അതൊക്കെ കേട്ടപ്പോ എന്താ തോന്നിയത്? ഇടവേള ബാബു സാർ എന്തായിരുന്നു പറഞ്ഞത്? അല്ല, അങ്ങനെ ഒരു നടി അങ്ങനെ പറയാമോ എന്നുള്ള സംഭവം ഉണ്ടല്ലോ. എനിക്കറിയില്ല, ആ സിനിമയുടെ ഒരു മൊത്തത്തോടെ ഒരു നെഗറ്റീവ് ആണോ എന്നൊക്കെ ആൾക്കാര് പറയുന്നത്. കർമ്മയ്ക്ക് അഗൻസ്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. അപ്പൊ അതൊക്കെ ചിലർക്ക് അത് ആക്ച്വലി നമ്മുടെ ഇതിലെ ഭൂരിഭാഗം ആളുകളും അതിന് അഗൻസ്റ്റ്, കർമ്മ എന്ന് പറയുന്നതിൽ വിശ്വസിച്ച് ജീവിക്കുന്നവരാണ്. അത് നല്ലതാണോ മോശമാണോ എന്നുള്ളതൊക്കെ ചിലപ്പോ കർമ്മ കൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടാവായിരിക്കാം. പക്ഷെ അതിന് അഗൻസ്റ്റ് ഒരു പരിപാടി വരുമ്പോ പെട്ടെന്ന് ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെയുള്ളവരായിരിക്കും മുകുന്ദനുണ്ണി. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ ഒരു പരിപാടി ഒന്നും അല്ലായിരുന്നു. ആൾക്കാർക്ക് ശരിക്കും അതൊക്കെ വളരെ കയ്യടിയോടെ സ്വീകരിച്ചായിരുന്നു. ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു. അതായത് നമ്മളുടെ വിശ്വാസം തന്നെയാണ് നമ്മളെ മുന്നോട്ട് ലീഡ് ചെയ്യുന്നത്. എന്തൊക്കെയായാലും നമ്മൾ തീവ്രമായ ഒരു കാര്യത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ, അതിനുവേണ്ടി പ്രയത്നിക്കുകയാണെങ്കിൽ, അതിനുവേണ്ടി വർക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. അങ്ങനെയാണ് എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. ഇപ്പോ ഫിലിമോഗ്രാഫി എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ സിനിമയും ഓരോ സ്വഭാവത്തിലുള്ള ക്യാരക്ടേഴ്സ് ആണ്. ഇപ്പൊ 18-ാം പടിയിലെ ആ ഒരു ക്യാരക്ടർ അല്ല ഇപ്പൊ മുകുന്ദനുണ്ണിയുടെ ക്യാരക്ടർ. അതിൽ വളരെ ഡിഫറെന്റ് ആയിട്ടാണ് മധുരമനോഹരമോ, അതിനകത്തൊരു പൈങ്കിളി പെണ്ണിന്റെ ക്യാരക്ടർ ആയിരുന്നു. അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് പൂസാൻ പോയിലും. പിന്നെ അതിൽ നിന്ന് ഡിഫറെന്റ് ആണ് ഇപ്പൊ തുടരൂലും. ഇപ്പൊ സാധാരണ നമ്മൾ ഒരു ക്യാരക്ടർ ക്ലിക്ക് ആകുമ്പോൾ പിന്നെ സമാനമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആർഷയുടെ കാര്യത്തിൽ അങ്ങനെയല്ല, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് ഓരോ സിനിമയിലും ചെയ്തത്. അതെങ്ങനെയാണ് പർപ്പസ്ഫുള്ളി അത്തരം ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യുന്നതാണോ അതോ ആർഷയെ തേടി അത്തരം ക്യാരക്ടേഴ്സ് വരുന്നതാണോ? അല്ല, എനിക്കിപ്പോ ശരിക്കും ഒരേപോലത്തെ ക്യാരക്ടേഴ്സ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ നമ്മള് ഒരു ടൈപ്പ് ക്യാരക്ടർ നന്നായി ചെയ്ത് നമുക്കത് ആക്ച്വലി ഈസി ആണല്ലോ അടുത്ത അങ്ങനെ കുഴപ്പമൊന്നുമില്ല. സിനിമയും കൂടെ നോക്കണല്ലോ, ക്യാരക്ടർ മാത്രമല്ലോ. നല്ല വർക്കാവുന്ന സിനിമ എന്നും നമുക്ക് ഇഷ്ടപ്പെടുന്ന കൂടെ സിനിമ ആവണല്ലോ. എനിക്ക് ശരിക്കും മുകുന്ദനുണ്ണി വന്നതിന് ശേഷം ഇപ്പോ ഇതേപോലെ തെറിയല്ല അല്ലെ അങ്ങനത്തെ സംഭാഷണം വരുന്ന ഒരു ക്യാരക്ടറുള്ള സിനിമകൾ 2-3 വന്നിട്ടുണ്ട്. കാരണം ഇപ്പൊ ആൾക്കാർക്ക് തോന്നുമല്ലോ, ഓക്കെ ഇവൾക്ക് ഇത് പറയാൻ കുഴപ്പമില്ല, ഇവൾക്ക് തെറി പറയാൻ കുഴപ്പമൊന്നുമില്ല, ഇവളെന്തും പറഞ്ഞോളൂ എന്നൊക്കെ തോന്നിയിട്ട് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ ഇപ്പോഴും ആവറേജ് അമ്പിളി വെച്ചിട്ട് എനിക്ക് ഒരുപാട് ക്യാരക്ടേഴ്സ് ഇപ്പോഴും ആവറേജ് അമ്പിളി ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ഇപ്പോഴും ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. സിനിമയും കൂടി ഇഷ്ടപ്പെടുമ്പോഴാണ് ചെയ്യുന്നത്. അല്ല, എനിക്ക് അങ്ങനെ ചെയ്യുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ഭയങ്കരമായിട്ട് പേഷ്യൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഓക്കെ എത്രയാണെങ്കിലും വെയിറ്റ് ചെയ്തിട്ട് നല്ലത് നമുക്ക് ഇഷ്ടപ്പെടുന്നത് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിലാണ് ഇരിക്കുന്നത്. അപ്പം 8 സിനിമകളാണ്, അല്ലാതെ പേർപ്പസ്ഫുള്ളി അങ്ങനെയൊന്നുമില്ല. അപ്പൊ 8 സിനിമകളാണ് ഇതിനോടകം ചെയ്തത്. ഇപ്പൊ നമ്മള് ഇപ്പൊ ഈ ഒരു ഇൻഡസ്ട്രിയിലോട്ട് വരുമ്പോ നമ്മൾ ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കില്ലേ? എനിക്ക് ഇന്ന കഥാപാത്രങ്ങൾ ചെയ്യണം, എനിക്ക് ഇന്ന ആക്ടേഴ്സിനോട് അഭിനയിക്കണം, ഇന്ന സംവിധായകരുടെ കൂടെ അഭിനയിക്കണം. ഇപ്പൊ ആർഷയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി,
മോഹൻലാൽ പോലത്തെ, ലാലേട്ടൻ പോലത്തെ വലിയൊരു ആക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. അങ്ങനെ ഏതൊരു നടിയും ആഗ്രഹിക്കുന്ന ഒരു അച്ചീവ്മെന്റ് ആണ് ഈ ഷോർട്ട് സ്പാനിനുള്ളിൽ ആർഷ അച്ചീവ് ചെയ്തെടുത്തത്. ആർഷയുടെ അഭിപ്രായത്തിൽ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ തന്നെയാണോ കരിയറിന്റെ ഗ്രാഫ് പൊക്കിക്കൊണ്ടിരിക്കുന്നത്? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ അങ്ങനെ ഇപ്പോഴും എനിക്ക് മുന്നോട്ടുള്ളതിനെ പറ്റി ഇങ്ങനെ ആയിരിക്കും, അല്ല അടുത്ത ഞാൻ ഇങ്ങനത്തെ പടങ്ങൾ ചെയ്യും, അങ്ങനെയൊന്നുമല്ല. പക്ഷെ ആഗ്രഹിച്ച ഒരു ഇതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഗ്രാഫ് കറക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെയാണ്. ഇപ്പം ഈ 8 സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞു. ഇതുപോലുള്ള കമന്റ്സും വിമർശനങ്ങളും അതുപോലെ അഭിനന്ദനങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. മാത്രമല്ല ഇപ്പോൾ ആർഷ ഒരു സെലിബ്രിറ്റിയാണ്. അപ്പോൾ സെലിബ്രിറ്റി ആകുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടമുള്ള പല കാര്യങ്ങളും ചെയ്യാൻ പലപ്പോഴും ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ വരും. നമ്മളെ ലൈഫ് എപ്പോഴും പബ്ലിക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആർഷയ്ക്ക് എന്തെങ്കിലും അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? അതോ ഈ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ടോ? അല്ല, എനിക്ക് ഇപ്പോഴത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോ ആളുകൾക്ക് സെലിബ്രിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഫിലിം ആക്ടർ എന്ന് പറയുന്നത്, ഇപ്പൊ ഒരുപാട് സെലിബ്രിറ്റികൾ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ആൾക്കാർ കാണുന്നുണ്ട് എല്ലായിടത്തും. അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്കാർക്കും നമ്മളെയും വളരെ റെസ്പെക്ട് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്. അവർക്കൊരു ഇപ്പോ കണ്ടാല്, അല്ലെങ്കിൽ അവര് ചുമ്മാ വീഡിയോ എടുക്കും, അങ്ങനെയൊന്നും ചെയ്യൊന്നുമില്ല ആരും. എല്ലാവരും വളരെ നോർമലായിട്ടാണ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ കുറച്ചു നാൾ മുമ്പ്, സോഷ്യൽ മീഡിയക്കൊക്കെ മുമ്പായിരിക്കാം ചിലപ്പോ പെട്ടെന്നൊരു ആക്ടറിനെ അല്ലെങ്കിൽ പെട്ടെന്നൊരു സെലിബ്രിറ്റിനെ കാണുമ്പോൾ അവർക്കൊരു ഒരു വാവ് ഫാക്ടറും, പെട്ടെന്ന് അവരെ പെട്ടെന്ന് വീഡിയോ എടുക്കുക, അല്ലെങ്കിൽ അവരിപ്പോ എന്തെങ്കിലും ഒരു പ്രൈവസി കൊടുക്കാതെ എന്തെങ്കിലും ചെയ്യുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. പിന്നെ എല്ലാവരും വന്ന് കാണും, സംസാരിക്കും, അതൊക്കെ സന്തോഷം തന്നെയാണ്. നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതും അതൊക്കെ സന്തോഷം തന്നെയാണ്. അല്ല, അതൊരു പ്രശ്നമായിട്ടൊന്നും തോന്നുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞു, ഇപ്പം ആളുകൾക്കും അതൊരു വലിയൊരു സംഭവമായിട്ട് അവരും അതിനെ ആക്കാറില്ല. ഇപ്പോൾ നമ്മളെ മൈൽ സ്റ്റോണിലെ ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലവില് കുറച്ച് ക്രിഞ്ച് ഉണ്ടെന്നുള്ളത്. അത് ആ ഒരു വിശ്വാസം തന്നെയാണോ ഇപ്പോഴും ആർഷയ്ക്കുള്ളത്? പെട്ടെന്ന് എനിക്ക് പറഞ്ഞപ്പോ മധുരമനോഹര മോഹത്തിലെ നായിക എനിക്ക് ഓർമ്മ വന്നേ. അത് മധുരമനോഹര മോഹത്തിലെ നായിക എനിക്ക് സ്റ്റെഫി ചേച്ചിയുടെ അത് തന്നെയാണെന്ന് തോന്നുന്നു, എന്റെ ക്യാരക്ടർ. ചുമ്മാ കോമഡി ആണ്. പ്രണയം എപ്പോഴും പൈങ്കിളി തന്നെയാണ്. അതിൽ ഒരു ക്രിഞ്ച് ഉണ്ട്. ആ പ്രസ്താവനയിൽ മാറ്റുന്നില്ല. അത് പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് അതൊരു ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്യും. അന്ന് അങ്ങനെ എന്തൊരു ചോദ്യമായിരുന്നു തോന്നുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ലവില് ക്രിഞ്ച് ഉണ്ട്. ഈ മധുരമനോഹര മോഹത്തിൽ ആ സിനിമയിലെ നായിക ആർഷ ചെയ്ത് പുള്ളിക്കാരി അത്യാവശ്യം നല്ല പൈങ്കിളിയായിരുന്നു. അതെ, ശലഭ. അതെ, ശലഭ. അതെനിക്കൊന്ന് സ്റ്റെഫി ചേച്ചിയുടെ ലൈഫിൽ നിന്ന് തന്നെ എടുത്താണെന്ന് തോന്നുന്നു. ശലഭ എന്നുള്ളൊരു ആയിരിക്കും, എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പോ സ്റ്റെഫി ചേച്ചി അങ്ങനെ തന്നെ ആയിരിക്കും പ്രണയിക്കുന്നത്. അല്ലെ, നമ്മൾ ഈ തുടരും സിനിമ കാണുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് പിന്നെ പ്രണയിക്കാൻ കുറച്ചൊരു പേടി. കാരണം ഇതേപോലെ ജാതി, മതം, സാമ്പത്തികം എല്ലാം നോക്കി ഒരാളെ പ്രണയിക്കാന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ പറയല്ലോ പ്രണയം അന്ധമാണ് എന്നൊക്കെ പറയുമല്ലോ. അങ്ങനെയൊക്കെ പ്രണയിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അങ്ങനെയൊക്കെ പ്രണയിക്കാൻ ഒരു ധൈര്യം വേണം. ഞാൻ പറഞ്ഞത്, ഒരു എല്ലാവർക്കും അത് പറ്റില്ല, അവരുടെ സാഹചര്യങ്ങൾ അങ്ങനെ ആയിരിക്കില്ല. പക്ഷെ അതൊരു ഭയങ്കര ധൈര്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുടെ കൂടെ, അതായത് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ കടന്നുപോയി അവരുടെ കൂടെ ജീവിക്കാൻ പറ്റുക എന്ന് പറയുന്നത് അതൊരു ബ്രേവ് ആയിട്ടുള്ളൊരു, അങ്ങനത്തെ ആൾക്കാരൊക്കെ അത് പറ്റും. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ബ്രേവ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ഇനിയും ആർഷയിൽ നിന്നുണ്ടാവട്ടെ. ഇതേപോലുള്ള വിടർന്ന കണ്ണുകളും പുഞ്ചിരിയൊക്കെ കൊണ്ട് പ്രേക്ഷകരുടെ കയ്യടി ഇനിയും നേടാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. വലിയൊരു കൺഗ്രാറ്റ്സ് കേട്ടോ. താങ്ക് യു.